ആ പ്രിയ, ഇത് അപ്പുറത്തെ വീട്ടിലെ എല്ലാവർക്കും കൊടുത്തേക്ക്. ശരി, ഞാനൊരെണ്ണം എടുക്കട്ടെ. എടുത്തു. നില, മോള് വണ്ടിയുടെ അടുത്ത് പോയി നിന്നു. അമ്മ വീട് ലോക്ക് ചെയ്തിട്ട് വരാം. ബാഗ് എടുത്തോണ്ട് പോയിക്കോ. എന്താ മോളെ, സ്കൂളിലേക്കാ? അല്ല, ജോലിക്ക്. വായാടി. ഇനി എന്തിനാ ഒളിച്ചേക്കുന്നേ? പുറത്തു വാ. ഓ, അപ്പൊ നീ മോളെ വിട്ടിട്ട് എന്നോട് സംസാരിക്കാനല്ലേ? എന്റെ മോള് നില ചെറിയൊരു നുണ പോലും പറഞ്ഞിട്ടില്ല. ഞാനും മോളും തമ്മിൽ യാതൊന്നും ഒളിച്ചു വെക്കാറുമില്ല. നിങ്ങൾ കാരണം എന്റെ മോളിപ്പോ നുണ പറയാനും പഠിച്ചു. എന്റെ അടുത്തുനിന്ന് എല്ലാം ഒളിക്കാ അവള്. അവളൊരു നല്ല കുട്ടിയായിട്ട് വളർത്തണമെന്നാ ഞാൻ ആശിച്ചേ. പക്ഷെ നിങ്ങള് നുണ എങ്ങനെ പറയണമെന്ന് പഠിപ്പിച്ചോണ്ടിരിക്കാം. നിങ്ങളോട് ഞാൻ തൊഴുത് അപേക്ഷിക്കാം, മതി. ഞങ്ങളുടെ ഇടയിൽ ഒരു മറവും ഉണ്ടാക്കരുത്. ഓ, അങ്ങനെയാണല്ലേ? നിന്റെ മോളുടെ അടുത്തുനിന്ന് നീ ഇതുവരെ ഒന്നും മറച്ചു വെച്ചിട്ടില്ല. അവളോട് ഇതൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യും. എന്തുകൊണ്ടാ നീ എന്നോട് സംസാരിക്കാത്തത്? നീ നിന്റെ ഭർത്താവും തമ്മിലുള്ള വഴക്കെന്താ? നിലയുടെ കൂടെ പ്രസവിച്ച ആൺകുഞ്ഞിന്റെ കാര്യം, അങ്ങനെ എല്ലാം തന്നെ. ഒന്നും വിടാതെ നിലാമോളോടൊന്ന് പറഞ്ഞു കൊടുക്ക്. അതിനു മാത്രം എന്താ നിന്നെ കൊണ്ട് പറ്റാത്തത്? ഓ, നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമല്ലേ നീ പറയുള്ളൂ, അല്ലേ? എന്നെ എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? സമാധാനത്തോടെ ജീവിക്കാൻ വിടില്ലേ? നിങ്ങളെ കൊണ്ട് അനുഭവിച്ചിടത്തോളം മതി. നിങ്ങൾ പറഞ്ഞതും ചെയ്തതും ഒന്നും ഞാൻ മറക്കില്ല. ചുമ്മാ പ്രശ്നം ഉണ്ടാക്കരുത്. നിങ്ങൾ ഈ വീട്ടിൽ വരുന്നത് ഇത് അവസാനമായിരിക്കണം. പ്രിയ, അവര് പോയ പിന്നെ വീട് പൂട്ടിയിട്ട് താക്കോല് നീ വെച്ചോ. പിടി, ഞാൻ പോട്ടെ. ശരി. പോയാലോ മോളെ? അമ്മേ, അമ്മേ, അമ്മ ഉണ്ണിയപ്പം കഴിച്ചായിരുന്നോ? സൂപ്പർ ആയിരുന്നല്ലേ? അതെ മോളെ, നല്ലതായിരുന്നു. ഇതുപോലത്തെ ഉണ്ണിയപ്പം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി തന്നെ അമ്മേ. ശരി, വാ പോവാം. അമ്മേ, എല്ലാം ഞാൻ കേട്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട. വിജി ഒരു ദിവസം എല്ലാം മനസ്സിലാക്കും അമ്മേ. അമ്മ കരയല്ലേ? കരയാതിരിക്കമ്മേ. നിന്റെ മോളുടെ അടുത്തുനിന്ന് നീ ഇതുവരെ ഒന്നും മറച്ചു വെച്ചിട്ടില്ല. അവളോട് ഇതൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യും. എന്തുകൊണ്ടാ നീ എന്നോട് സംസാരിക്കാത്തത്? നീ നിന്റെ ഭർത്താവും തമ്മിലുള്ള വഴക്കെന്താ? നിലയുടെ കൂടെ പ്രസവിച്ച ആൺകുഞ്ഞിന്റെ കാര്യം, അങ്ങനെ എല്ലാം തന്നെ. ഒന്നും വിടാതെ നിലാമോളോടൊന്ന് പറഞ്ഞു കൊടുക്കും. അതിനു മാത്രമേ നിന്നെ കൊണ്ട് പറ്റാത്തത്? ഓ, നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമല്ലേ നീ പറയുള്ളൂ, അല്ലേ? അയ്യോ, അച്ഛൻ വരുന്നല്ലോ. ഉറങ്ങുന്നതും പോലെ അഭിനയിക്കാം, അല്ലെങ്കിൽ സ്കൂളിൽ പറഞ്ഞു വിടും. കവിനെ, ഇനിയും കിടത്ത് ഉറങ്ങണോ? എണീക്കടാ, സമയായി. കവിൻ, എഴുന്നേക്കടാ.